നമസ്കാരം. അമേരിക്കയിൽ ഇലോൺ മസ്കിനോടുള്ള കലിപ്പ് ടെസ്ലയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ടെസ്ലയ്ക്ക് നേരെ ബഹിഷ്കരണ ആഹ്വാനം കടുത്തതിന് പിന്നാലെ ടെസ്ല കാറുകൾ കണ്ടാൽ പോലും അതിനെ ആക്രമിക്കുന്ന അവസ്ഥയാണുള്ളത്. ടെസ്ലയ്ക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ടെസ്ലയുടെ ലോഗോ പതിച്ച സ്വത്തുക്കൾക്ക് നേരെയാണ് യുഎസിലും വിദേശത്തും ആക്രമണങ്ങൾ നടക്കുന്നത്. ടെസ്ല ഷോറൂമുകൾ, വാഹന ലോട്ടുകൾ, ചാർജിംഗ് സ്റ്റേഷനുകൾ, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കാറുകൾ എന്നിവയാണ് പ്രതിഷേധക്കാർ ലക്ഷ്യമിടുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുകയും ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതല നൽകുകയും ചെയ്തതിനു ശേഷമാണ് ആക്രമണങ്ങൾ വർദ്ധിച്ചത്. ടെസ്ല ഡീലർഷിപ്പുകൾക്ക് നേരെയുണ്ടായ ആക്രമണ പരമ്പരയുമായി ബന്ധപ്പെട്ട് കൊളറാഡോയിലെ ഒരു സ്ത്രീക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നു. വാഹനങ്ങൾക്ക് നേരെ കോക്ടെയിലുകൾ എറിഞ്ഞതിനും കെട്ടിടത്തിൽ നാസി കാറുകൾ എന്ന് സ്പ്രേ പെയിന്റ് ചെയ്തതിനുമായിരുന്നു നടപടി. സൗത്ത് കരോലൈനയിൽ കഴിഞ്ഞയാഴ്ച ടെസ്ലയുടെ ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് തീയിട്ടതിന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പസഫിക് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ഇടതുപക്ഷ ചായ്വുള്ള നഗരങ്ങളായ പോർട്ട്ലൻഡ്, ഒറിഗോൺ, സിയാറ്റിൽ എന്നിവിടങ്ങളിലാണ് കൂടുതൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ട്രംപ് മസ്ക് വിരുദ്ധ വികാരം ശക്തമാണ്. അതേസമയം വടക്കേ അമേരിക്കയിലും യൂറോപ്പിലുടനീളമുള്ള ടെസ്ല ഡീലർഷിപ്പുകളിലും ഫാക്ടറികളിലും മസ്കിന്റെ വിമർശകർ ഡസൻ കണക്കിന് സമാധാനപരമായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണെന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്. ടെസ്ല കാറുകൾ കത്തിക്കുന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. സംഭവം ആസൂത്രിതമാണെന്ന് ലാസ് വേഗസ് മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. സംഭവം ഭീതി ഉണർത്തുന്നതാണെന്ന് വീഡിയോ പങ്കുവച്ച് നൊവാഡയിൽ നിന്നുള്ള മുൻ സ്റ്റേറ്റ് സെനറ്ററായ എലിസബത്ത് ഹെൽഗലിൻ എക്സിൽ കുറിച്ചു. എലിസബത്ത് പങ്കുവച്ച കുറിപ്പും വീഡിയോയും വൈറലായതോടെ പ്രതികരണവുമായി ഇലോൺ മസ്ക് രംഗത്തെത്തുകയായിരുന്നു. അതേസമയം വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇലോൺ മസ്കിന്റെ വാഹന കമ്പനിയായ ടെസ്ലയുടെ ഷോറൂമുകൾക്ക് നേരെ അക്രമ സംഭവങ്ങൾ വ്യാപകമാകുന്നുണ്ട്. വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ കഴിഞ്ഞ ദിവസം ടെസ്ലയുടെ ഷോറൂം ആക്രമിച്ചവർ നിരവധി കാറുകൾ തല്ലി തകർത്തിരുന്നു. 20ഓളം കാറുകളായിരുന്നു പ്രതിഷേധക്കാർ അടിച്ചു പൊട്ടിച്ചത്. കാറുകളുടെ സൈഡ് മിററുകളും ചില്ലുകളും ബോഡിയും എല്ലാം ആക്രമണത്തിൽ തകർന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ടെസ്ല കാറുകൾ ആക്രമിക്കപ്പെടുന്നതായ റിപ്പോർട്ടുകൾ പോലീസിന് ലഭിച്ചത്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. ആക്രമണത്തിന് നേരിട്ട് ദൃക്സാക്ഷികളായവരോ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാവുന്നവരോ അടിയന്തരമായി വിവരം അറിയിക്കണമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ടെസ്ല ഉടമയായ ഇലോൺ മസ്കുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ലോകമെമ്പാടും ടെസ്ല വാഹനങ്ങൾക്കും ഷോറൂമുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇത്തരം ആക്രമണ പരമ്പരകളിലെ ഒരു സംഭവമായിരുന്നു ബെൽഫാസ്റ്റിൽ നടന്നത്. ഈ മാസം ആദ്യം തന്നെ ഫ്രാൻസിലെ ഒരു ടെസ്ല ഷോറൂം പ്രതിഷേധക്കാർ തീവെച്ച് നശിപ്പിച്ചിരുന്നു. 5.5 ലക്ഷം പൗണ്ട് വില വരുന്ന 12 വാഹനങ്ങളായിരുന്നു ഇവിടെ കത്തി നശിച്ചത്. ടൂൾ ഹൗസിനടുത്തുള്ള പ്ലൈസൻ ഡു ടച്ചിലെ ഷോറൂമിലായിരുന്നു തീപിടുത്തമുണ്ടായത്. യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇലോൺ മസ്ക് അനാവശ്യമായി ഇടപെടുന്നതായി വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ചും യുക്രൈനുള്ള അമേരിക്കൻ സൈനിക സഹായവുമായി ബന്ധപ്പെട്ട വിവാദ വിഷയത്തെക്കുറിച്ചും യൂറോപ്പിൽ പ്രതിഷേധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായതെന്നും സംശയിക്കപ്പെടുന്നു. അമേരിക്കയിലും ടെസ്ല കാറുകൾക്കും ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ഒറിഗോണിലെ ഒരു ടെസ്ല ഷോറൂമിന് നേരെ സ്റ്റൈൽ റൈഫിൾ ഉപയോഗിച്ച് ഒരാൾ വെടിയുതിർത്തിരുന്നു. സിയാറ്റിലിൽ രാത്രിയിൽ 4 ടെസ്ല സൈബർ ട്രക്കുകൾ കത്തിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അമേരിക്കയിലുടനീളം ടെസ്ലയുടെ ഷോറൂമുകൾക്ക് മുന്നിൽ നിരവധി പേർ പ്രതിഷേധ പ്രകടനവുമായി എത്തുകയും ചെയ്തിരുന്നു. ടെസ്ല ഷോറൂമുകൾക്കും വാഹനങ്ങൾക്ക് നേരെ അമേരിക്കയിൽ നടക്കുന്ന ആക്രമണങ്ങളെ ആഭ്യന്തര തീവ്രവാദം എന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്.